ഗൈസ്, ഇതാണ് എന്റെ യൂട്യൂബ് ചാനൽ ഏറ്റവും കൂടുതൽ മോശം കമന്റ് ഇടുന്ന നിരൂപണം എന്ന രീതിയിൽ അപമാനിക്കുന്ന വിജീഷ് തന്നെ അപ്പം വിചാരിച്ചാണ് എന്നെ അപമാനിക്കാൻ വേണ്ടി കമന്റ് ഇടുന്ന വ്യക്തിയാണ് അഥവാ റിക്കി റോഡ്ജന്റെ ചേട്ടൻ. വിവരൊക്കെ അതില് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് ഒരു ഡ്രസ്സ് മാറി കെട്ടി പറഞ്ഞ് വന്നു എന്നല്ലാതെ ഞാൻ വിളിച്ച പത്തുന്നല്ല എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് എന്താണ് നോക്കിയൊക്കെ ഇതെന്താണ് പരിപാടി. എക്സൈറ്റഡ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബോർഡിംഗ് പാസ് എടുക്കുക എന്നാണ്. അപ്പോൾ ബോർഡിംഗ് പാസ് എടുക്കാൻ ചേച്ചി എടുത്ത് പോവുക. അപ്പോൾ ചേച്ചി വന്ന് പറഞ്ഞു തരും എന്തൊക്കെയാണ്, ഇതെവിടെയാണ്, ഇന്ന ഡേറ്റ്, ഏത് ഗേറ്റിലാണ് എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് അവിടെ പോയാൽ മതി. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബാഗ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് കയറ്റി വിട്ട് പ്രോസസ്സ് ചെയ്താലേ അവർ അടുത്ത ഗേറ്റിലോട്ട് പറഞ്ഞു വിടുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ബെൽറ്റോ പേഴ്സ് അങ്ങനെ മെറ്റലായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിലിട്ട് അടുത്ത് സ്കാൻ ചെയ്യണം. അപ്പോൾ അതുപോലെ ഉണ്ട്. ഇപ്പോൾ ക്യാമറ ഉണ്ട്, ക്യാമറ, ഹെഡ്സെറ്റ്, അങ്ങനെ എല്ലാം ഇതിലെടുത്തിട്ട് നമ്മളെല്ലാം സ്കാൻ ചെയ്താൽ ഇവിടെയാണ് അടുത്ത് ബോഡി ചെക്കിൻ. അപ്പോൾ ഇവരെടുത്ത് പോകുമ്പോൾ ഇവരെ എല്ലാ അടി മുതൽ മുടി വരെ എല്ലാം ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്മളിങ്ങനെ ഗേറ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗേറ്റിലോട്ട് പോകുമ്പോൾ വേണം നമ്മുടെ ഇവിടുത്തെ മെനു കാർഡിൻ്റെ പ്രൈസ്. പൊന്നപ്പി ഒരു പുണ്ണാക്കമാക്കി അവർ വെറും ചായക്ക് 160 രൂപ. സ്വർണ്ണം വില ഉണ്ടെന്ന് അറിഞ്ഞൂടാ, എന്തോ അങ്ങനത്തെ ഗതിയാണ്. നമ്മൾ ലോഞ്ചിലേക്ക് ഗേറ്റിലേക്ക് കയറാറുണ്ട്. വെയിറ്റ് ചെയ്യണം, ഗേറ്റിലേക്ക് കയറാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഗേറ്റ് 2-ൽ നിന്ന് ഗേറ്റ് 3-ലോട്ട് പെട്ടെന്ന് മാറ്റി. ഏകദേശം 5:35 ഫ്ലൈറ്റ് 6:35 അടുപ്പിച്ചായി എടുത്തപ്പോൾ. അപ്പോൾ നമ്മളങ്ങനെ ഗേറ്റിലോട്ട് കയറ്റിക്കൊണ്ടുവന്നപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒന്ന് പുറത്തുനിന്ന് പോലും കാണാൻ പറ്റാതെ കൃത്യമായിട്ട് അകത്ത് നിന്ന് കറക്റ്റ് നമ്മളെ കയറുന്ന പൊസിഷനിൽ തന്നെ കൊണ്ട് ഫ്ലൈറ്റ് കൊണ്ട് നിർത്തി തന്ന എല്ലാവർക്കും നന്ദി. ആദ്യമായിട്ട് ഫ്ലൈറ്റ് പുറത്ത് തൊടാൻ പോലും പറ്റിയില്ല. അതാണ് അവസ്ഥ. അങ്ങനെ ആദ്യമായി ഞാൻ ഒരു ഫ്ലൈറ്റിൻ്റെ ഉൾവശം നേരിട്ട് കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, നേരിട്ട് കണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ നമ്മുടെ പരിപാടിയിലേക്ക് സംഭവം 5:35 ഫ്ലൈറ്റ് പറഞ്ഞത്. പക്ഷേ 6:15 ഇപ്പോഴേ 6:10 പിന്നെ ഇപ്പോൾ 6:15 കഴിഞ്ഞു. എപ്പോൾ എടുത്തൊന്നും അറിഞ്ഞൂടാ. പക്ഷേ എനിക്കത് കാണാൻ പോലും പറ്റില്ല പുറത്ത്. അതാണ് വേറൊരു കാര്യം. കാണാനൊന്നും പറ്റില്ല. പക്ഷേ പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. കുറേ പ്രാവശ്യമൊക്കെ ഇതുപോലെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് സംഭവം. നമുക്ക് നോക്കിയത് തുടങ്ങിയത് ഇതുവരെ ഡിപ്പാർച്ചർ ആയിട്ടില്ല. ആയിട്ടെങ്ങനെ നോക്കില്ല. 5:30 ജസ്റ്റ് ഒരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്തേ. ജസ്റ്റ് ഒരു 1 മണിക്കൂർ ഡിലേ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. മുകളിലോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ട് പോകുമ്പോൾ ഒരു ഫീലാണ് മോനെ, അത് മാത്രമുണ്ട്. ഏക ഒരു ഫീൽ. പിന്നെ ഇങ്ങനെ കുത്തിയിരിക്കണം. അന്തസ്. നമ്മൾ ഉടനെ തന്നെ പെട്ടെന്ന് ഇറങ്ങി. പെട്ടെന്നല്ല, ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇറങ്ങി. അങ്ങനെ ഒരു ബസ് കയറി. ബസ് നമ്മളെ കൊണ്ട് കറക്റ്റ് സ്ഥലത്ത് എൻട്രിയിൽ എക്സിറ്റിൽ കൊണ്ട് ഇറക്കി. അങ്ങനെ വീണ്ടും നടന്നു. അങ്ങനെ വിജയകരമായി നമ്മൾ ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ. സംഭവം ഒരു നോർമൽ പരിപാടിയാണെന്ന് പറയാൻ പറ്റില്ല. ഫ്ലൈറ്റ് എടുക്കുന്നത്, ടേക്ക് ഓഫും അത് തന്നെ. അപ്പോൾ ഞാനങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് യാത്ര എന്നൊരു റിവ്യൂ എന്നല്ല, നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇട്ടില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഈ ആദ്യം സംഭവം പതുക്കെ ഫ്ലൈറ്റ് എടുത്ത് ഉരുട്ടി ഭയങ്കര നിർത്തുന്നു സ്ലോ. എന്നിട്ട് പെട്ടെന്നൊരു പറക്കലുണ്ട്. അതായത് വളരെ സ്പീഡിലെടുത്ത് നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയറിട്ട് വണ്ടി നമ്മൾ എടുക്കൂല, ആ ഒരു സ്പീഡിൽ പെട്ടെന്നൊരു എടുക്കും. ഇതിൻ്റെ ഒരു പറക്കും. അത് നൈസാണ്. അത് എക്സ്പീരിയൻസ്. മുകളിലെത്തുന്നവരെ ഭയങ്കര ഫീലാണ്. അതിനുശേഷം വെറുതെ ഇങ്ങനെ ഇരിക്കണം. ഉറക്കം. അതായത് നമുക്കൊരു ഒരു എൻജോയ്മെൻ്റ് ഇല്ല. പ്രത്യേകിച്ച് രാത്രിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയി. നമുക്ക് ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. ഏകദേശം ഒരു മണിക്കൂർ ഡിലേ ആയിരുന്നു. അപ്പോൾ സാധാരണ നോർമലി പോയിരുന്നെങ്കിൽ 5:35 എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ വെളിയിൽ കാഴ്ചകളും ഫ്ലൈറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് കയറുമ്പോഴുള്ള കാഴ്ചകൾ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അല്ലാതെ പോകുമ്പം
വളരെ രാത്രി ആയിപ്പോയത് നമുക്കൊന്നും പറ്റിയില്ല, അത് കാണിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ തിരിച്ച് പോകുമ്പോൾ രാവിലെയാണ്. അപ്പോൾ രാവിലെ അല്ല, സമയം 2:35 എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ പിന്നെ കാണിക്കാം. അല്ല, ഫ്ലൈറ്റ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒരു ഇടിയൊക്കെ ഇടിച്ച് അങ്ങനെ ഒക്കെ പെട്ടെന്നാണ് ഇറങ്ങുന്നത്. പെട്ടെന്നല്ല, ഒരു ഇടി ഇടിച്ചാണ് ഇറങ്ങുന്നത്. അല്ല വെറുതെ സ്മൂത്തായിട്ട് കൊണ്ട് ഇറക്കാൻ പറ്റില്ല. ഞാൻ കയറിയിട്ടില്ലാത്തതുള്ള എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നതാണ്. അത് കയറുന്നു ഇറങ്ങുന്നു അല്ല ബാക്കിയുള്ള ഇപ്പോൾ നോർമലി ലണ്ടനിലൊക്കെ അല്ലെങ്കിൽ വേറെ ദുബായ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ 7, 8, 10, 13 മണിക്കൂർ 18 മണിക്കൂർ ഇരിക്കുന്ന യാത്രകളുണ്ട്. അതെങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പിടിയില്ല. കാര്യം അനങ്ങാനോ ഒന്നും പറ്റില്ല. അത് ഇങ്ങനല്ലോ ലാഗടിച്ചിരിക്കുന്നു. പക്ഷെ അതാണ് സ്വാഭാവികമായിട്ട് എല്ലാവരും നെറ്റിലാണ് കിടക്കുന്നത്. എല്ലാവരും നെറ്റിൽ അഭയം പ്രാപിച്ചാണ് ഇപ്പോഴത്തെ അത് ജീവിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നെറ്റോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സിനിമ ആണ് അല്ലെങ്കിൽ വായിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നല്ല വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. പക്ഷേ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാവരും വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അന്ത്യാഭിലാഷം അങ്ങനെയല്ല, എന്നാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ട്. അതാണ് കാര്യം. ഓക്കെ.